ഞാനൊരു കഥ പറയാം. കീഴുപറമ്പിന്റെ 3 വശവും ചുറ്റപ്പെട്ട ചാലിയാറിന്റെ കഥ. പാലങ്ങളും റോഡുകളും സജീവമാവുന്നതിനു മുമ്പ് ഈ പ്രദേശത്തിന്റെ പ്രധാന യാത്രാമാർഗമായിരുന്നു ചാലിയാർ. അതുപോലെ തന്നെ ചരക്കു നീക്കത്തിന്റെ പ്രധാന കണ്ണിയും. നിലമ്പൂരിൽ നിന്ന് ലോഡ് കണക്കിന് തേക്കുകൾ ഫറൂഖ് പാലം വരെ കൊണ്ടുപോയിരുന്നത് ചാലിയാറിന്റെ ഓളങ്ങളാണ്. അതുപോലെ തന്നെ ഫറൂഖിലെ ഫാക്ടറികളിൽ നിന്ന് ഓടുകൾ കൊണ്ടുവന്നതും ഇതുവഴി തന്നെ. വടങ്ങളിൽ കെട്ടി ആയിരക്കണക്കിന് തേങ്ങകൾ ഫറൂഖ് പാലം വരെ കൊണ്ടുപോയ കഥ പൂർവികർ ഇന്നും പറയാറുണ്ട്. റേഷൻ കടയിൽ നിന്നും മണ്ണെണ്ണയും അരിയുമായി പോകുന്നവർ, പുതിയാപ്ല പോകുന്നവർ, പുതുക്കം പോകുന്നവരെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണം തന്നെയായിരുന്നു. അക്കാലത്ത് കൃഷിപ്പണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തിരുന്നത് തോണിപ്പണിയായിരുന്നു. കോട്ടമരക്കാർ കുട്ടി ഹാജിയായിരുന്നു തോണി ഉടമകളിൽ പ്രധാനി. 40 വെപ്പ് തോണികളും 2 സവാരി തോണികളും അദ്ദേഹത്തിനുള്ളതായി പറയപ്പെടുന്നുണ്ട്. ദീർഘകാല യാത്രക്ക് അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ബോട്ടുകളായിരുന്നു. ആദ്യമായി ബോട്ടിറക്കിയത് ചോലയിൽ അഹമ്മദ് കുട്ടി ഹാജിയാണ്. വെള്ളം സമാധാനത്തോടു കൂടി ഒഴുകുന്ന വേനലുകളിൽ ജനനിബിഡമായിരുന്നു ചാലിയാർ. പഞ്ചസാര പോലുള്ള മണൽ, തെളിനീർ പോലുള്ള വെള്ളം, ചെറിയ വലകൾ കൊണ്ട് മീൻ പിടിക്കുന്നവർ, വീശുവല ഉപയോഗിക്കുന്നവർ, കാറ്റുകൊള്ളാനിരിക്കുന്നവർ, എരുന്ത് വിൽപ്പനക്കാർ, പിന്നെ മൂങ്ങാങ്കുഴിയും കുളിയും അലക്കലുമായി മറ്റു ചില മനുഷ്യരും. ഇതുപോലെ ഒരുപാട് കഥകൾ ചാലിയാറിന് പറയാനുണ്ട്. അതിലേറെ കഥകൾ പറയാൻ കീഴുപറമ്പിനുമുണ്ട്. വരൂ, നമുക്ക് ചേർന്നിരുന്ന് കഥകൾ പറയാം. കീഴുപറമ്പിന്റെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിലേക്ക് സ്വാഗതം. കോളുള്ള ചില്ലകൾ ചൊല്ലുന്ന പാട്ടിന്റെ പല്ലവി സാഹിത്യോത്സവം, വള്ളിപ്പുള്ളിയിൽ സാഹിത്യോത്സവം.